അടിമപ്പണി എന്ന നിയമസഭയിൽ ക്യാമ്പ് ഫോളോവർമാരെ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. എഡിജിപിയുടെ മകളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസുകാരൻ ഗവാസ്കർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടും. അൻവറല്ലേ എന്തുമാകാം. PV അൻവർ MLAയുടെ വാട്ടർ തീം പാർക്കിലെ തടയണയിലും നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര. പാർക്കും തടയണയും സ്ഥാപിച്ചത് നിയമവ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു. 2015-ൽ 11 ഏക്കർ സ്ഥലം കക്കാടംപൊയിൽ വാങ്ങിയാണ് PV അൻവർ MLA വാട്ടർ തീം പാർക്ക് സ്ഥാപിച്ചത്. കൂടരഞ്ഞി പഞ്ചായത്തിൽ നിന്ന് സാധാരണ പാർക്കിനുള്ള അനുമതി മാത്രം വാങ്ങിയായിരുന്നു പ്രവർത്തനം. അതായത് വാട്ടർ തീം പാർക്കിനുള്ള യാതൊരു അനുമതിയുമില്ലാതെ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ടൗൺ പ്ലാനറുടെ അനുമതി വാങ്ങാതെ കെട്ടിടങ്ങളും നിർമ്മിച്ചു. അനുമതിയില്ലാതെ 16 റൈഡുകൾ സ്ഥാപിച്ചു. ഒരു കെട്ടിടത്തിനു മാത്രമാണ് ഫയർ ആൻഡ് സേഫ്റ്റി അനുമതിയുള്ളത്. ഒരു ജനറേറ്ററിനു മാത്രം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി സമ്പാദിച്ച് കൂടുതൽ ജനറേറ്ററുകളും പ്രവർത്തിപ്പിച്ചു. അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടമുണ്ടായാൽ ആവശ്യത്തിനുള്ള ആശുപത്രി സംവിധാനം പോയിട്ട് ആംബുലൻസ് പോലുമില്ല. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് റോപ്പ് വേ സ്ഥാപിച്ചത്. ചീങ്കണ്ണിപ്പാലിയിലെ തടയണ 2016-ലാണ് നിർമ്മിച്ചത്. മലയിടിച്ചും പാറ പൊട്ടിച്ചും കാട്ടരുവിയുടെ ഗതിമാറ്റിയും തടയണ സ്ഥാപിച്ചപ്പോൾ നിയമം കണ്ണടച്ചു. നോർത്ത് നിലമ്പൂർ DFOയുടെ റിപ്പോർട്ട് മുതൽ മലപ്പുറം ജില്ലാ കളക്ടർ പൊളിച്ചു നീക്കാൻ വരെ ഉത്തരവിട്ടെങ്കിലും ഹൈക്കോടതി സ്റ്റേയുടെ ബലത്തിൽ ഇപ്പോഴും തടയണ നിലകൊള്ളുന്നു. പാർക്കും തടയണയും അൻവർ നിലനിർത്തിയത് അധികാരത്തിന്റെ തണലിലാണ്. 2015 മുതൽ ഇക്കാലയളവ് വരെ PV അൻവർ MLAയുടെ തടയണയും പാർക്കും സംബന്ധിച്ച് നിരവധി നിയമലംഘനങ്ങൾ പുറത്തുവന്നു. തടയണ നിൽക്കുന്ന ഊർങ്ങാട്ടിരി പഞ്ചായത്ത് LDF ഭരിക്കുമ്പോൾ പാർക്ക് നിൽക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്താകട്ടെ UDF ആണ് ഭരിക്കുന്നത്. ഇരു പഞ്ചായത്ത് ഭരണസമിതികളും PV അൻവറിനെ കൈയയച്ച് സഹായിച്ചതിന്റെ നിരവധി തെളിവുകളും പുറത്തുവന്നു. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പിറന്നാൾ നിറവിൽ മെട്രോ. കൊച്ചി മെട്രോ ഓടിത്തുടങ്ങിയിട്ട് ഇന്ന് 1 വർഷം. ഇന്ന് മെട്രോയിൽ സൗജന്യമായി യാത്ര ചെയ്യാം. വിവരങ്ങളുമായി വിനീത വീതി ചേരുന്നു. വിനീത, സൗജന്യ യാത്രയ്ക്ക് തുടക്കമായോ മറ്റെന്തൊക്കെ ആഘോഷ പരിപാടികളാണ് 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്? രഞ്ജിനി, രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സൗജന്യ യാത്രയുള്ളത്. രാവിലെ തന്നെ നിരവധി പേരാണ് മെട്രോയിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി ആഘോഷ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ജൂൺ 17-നാണ് പ്രധാനമന്ത്രി മെട്രോ സർവീസ് ഉദ്ഘാടനം ചെയ്തതെങ്കിലും ജൂൺ 19 കൂടിയാണ് മെട്രോ ട്രാക്കിൽ ഓടിത്തുടങ്ങിയത്. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഇത്തരത്തിൽ സൗജന്യമായി എല്ലാവരെയും യാത്ര ചെയ്യാം എന്നൊരു തരത്തിലേക്ക് ഒരു പരിപാടിയിലേക്ക് സംഘാടകർ നീങ്ങിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വലിയൊരു കേക്ക് മുറിച്ചൊക്കെ കൊണ്ടായിരുന്നു, ഒരു ഭീമം കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഓൺലൈൻ ടാക്സി ഒക്കെ തന്നെ സമരവും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ മെട്രോ സർവീസ് കൂടുതൽ പേർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ് സൗജന്യമായി ആൾക്കാർക്ക് യാത്ര ചെയ്യാവുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് മെട്രോയിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു കൊച്ചിക്കാരുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ വലിയൊരു സ്വപ്നം സാക്ഷാത്കാരമായ ഒരു ദിവസം കൂടിയാണ് ഇന്നും തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളൊക്കെ വിപുലമായി തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇതിൽ പങ്കെടുക്കാനും വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിനി, വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിനീത ബീജി നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഇന്ധനവിലയിലെ നികുതി കുറയ്ക്കില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. നികുതി കുറയ്ക്കുന്നത് സാമ്പത്തികമായി രാജ്യത്തിന് തിരിച്ചടിയാകും. എക്സൈസ് നികുതിയിൽ 1 രൂപ കുറച്ചാൽ കേന്ദ്രത്തിന് നഷ്ടമാകുന്നത് 13,000 കോടി രൂപയാണ്. അതിനാൽ ജനങ്ങൾ കൃത്യമായി നികുതി നൽകണം. അങ്ങനെയാകുമ്പോൾ ഇന്ധനവില നികുതിയെ കേന്ദ്രത്തിന് ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതാകും. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും നികുതി നൽകുന്നതിൽ ശുഷ്കാന്തി കാട്ടണമെന്നും അരുൺ ജെയ്റ്റ്ലി ആവശ്യം. ICICI മേധാവി ചന്ദ കൊച്ചാറിന് പുറമെ ബാങ്കിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. നീരവ് മോദി തട്ടിപ്പിന് പിന്നാലെ രാജ്യത്തെ വലിയ സ്വകാര്യ ബാങ്കിലും തിരിമറി നടന്നതിന്റെ ആഘാതത്തിലാണ് ബാങ്കിംഗ് രംഗം. ഇന്നലെയാണ് ബാങ്ക് ഡയറക്ടർ ബോർഡ് ചന്ദ കൊച്ചാറിനോട് അവധിയിൽ പോകാൻ ആവശ്യം. പ്രവർത്തന മികവ് കൊണ്ട് മാത്രം എത്തിയ കസേരയിൽ നിന്നാണ് ചന്ദ കൊച്ചാർ ഇന്നലെ മാറ്റി നിർത്തപ്പെട്ടത്.
വീഡിയോകോണിന് ചട്ടം ലംഘിച്ച് വായ്പ നൽകി എന്ന പരാതിയിന്മേലാണ് നടപടി. വായ്പയ്ക്കുള്ള പ്രത്യുപകാരമായി ചന്ദ കൊച്ചാറിന്റെ കുടുംബ വ്യവസായത്തിൽ വീഡിയോകോൺ പണം നിക്ഷേപിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നിരുന്നു. ബാങ്കിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. വെറും വ്യവസായ വായ്പാ സ്ഥാപനമായിരുന്ന ICICIയെ രാജ്യത്തെ ഒന്നാമത്തെ സ്വകാര്യ ബാങ്കാക്കി മാറ്റിയതിൽ ചന്ദ കൊച്ചാറിന് നിർണായക പങ്കുണ്ട്. 34 വർഷം മുൻപ് മാനേജ്മെന്റ് ട്രെയിനിയായി സ്ഥാപനത്തിലെത്തിയ ചന്ദ കൊച്ചാർ കഴിഞ്ഞ 9 വർഷമായി സിഇഒയും MDയുമായി തുടരുകയായിരുന്നു. ഫോബ്സ് ലോകത്തെ ശക്തരായ 50 സ്ത്രീകളിൽ ഒരാളായി തെരഞ്ഞെടുത്തിരുന്നു. ചന്ദ കൊച്ചാറിന് പകരം ചുമതലയേൽക്കുന്ന സന്ദീപ് ബക്ഷി ബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗം മേധാവിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുടിയേറ്റക്കാരുടെ കുട്ടികളെ കുടുംബത്തിൽ നിന്നും വേർപെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഭാര്യയും പ്രഥമ വനിതയുമായ മെലാനിയ ട്രംപ് അടക്കമുള്ളവർ നയത്തിനെതിരെ രംഗത്തെത്തി. എന്നാൽ അമേരിക്കയെ അഭയാർത്ഥി ക്യാമ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് നിലപാട് ആവർത്തിച്ചു. പ്രസിഡന്റായതു മുതൽ അഭയാർത്ഥികൾക്കെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് പിടികൂടുന്ന കുടിയേറ്റക്കാരെ നേരിട്ട് ജയിലിലടയ്ക്കുകയും കുട്ടികളെ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യുന്ന നയത്തിനെതിരെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ട്രംപിന് എതിർപ്പുകൾ വിളിച്ചു വരുത്തിയത്. കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ വേർപെടുത്തുന്നത് വെറുപ്പോടെയാണ് കാണുന്നതെന്ന് അമേരിക്കൻ പ്രഥമ വനിത കൂടിയായ മെലാനിയ ട്രംപ് പറഞ്ഞു. സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ അമേരിക്കൻ പ്രഥമ വനിത അപൂർവമായി മാത്രമാണ് പ്രസ്താവനകൾ ഇറക്കാറുള്ളത്. കുടിയേറ്റ നയത്തിനെതിരെ മുൻ പ്രസിഡന്റുമാരായ ജോർജ് ബുഷിന്റെ ഭാര്യ ലോറ ബുഷും ബറാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയും രംഗത്ത് വന്നു. നയം മനസാക്ഷിക്ക് വിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടു. എന്നാൽ കുടിയേറ്റ വിഷയത്തിൽ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അമേരിക്കയെ അഭയാർത്ഥി ക്യാമ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് വിമർശനങ്ങളോടുള്ള ട്രംപിന്റെ മറുപടി. കഴിഞ്ഞ 1.5 മാസത്തിനിടെ അതിർത്തിയിൽ 2000-ഓളം കുട്ടികളെ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. കരയിൽ മാത്രമല്ല വെള്ളത്തിലും ഇപ്പോൾ ലോകകപ്പിന്റെ ആരവമാണ് മലപ്പുറത്ത്. കനത്ത മഴയിൽ കോൾപ്പാടങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ നീന്തൽ മത്സരം സംഘടിപ്പിച്ചാണ് ലോകകപ്പ് ആവേശം ആരാധകർ പങ്കുവയ്ക്കുന്നത്. ആദ്യ മത്സരങ്ങൾ സമനിലയിലായതോടെ കണ്ടം വഴി ഓടാനാണ് ബ്രസീൽ അർജന്റീന ആരാധകർ പരസ്പരം ആവശ്യപ്പെടുന്നത്. എന്തു ചെയ്യാം, മലപ്പുറത്തെ കണ്ടങ്ങളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഓടുക എന്നത് അത്ര എളുപ്പമാവില്ല. ആഞ്ഞൊന്ന് നീന്തി നോക്കാം. ഇങ്ങനെ ലോകകപ്പിൽ സമനിലയെങ്കിലും നീന്തലിൽ അർജന്റീന തുഴഞ്ഞ് ഒന്നാമതെത്തി. അത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തുടങ്ങിയാൽ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തളരൂല. ഉയർന്നു വരും മെസ്സി. അതാണ് മെസ്സി. ദാ വന്നിരിക്കുന്നു തോറ്റു തൊപ്പിയിട്ട് ഒരു മൊഞ്ചൻ. വേൾഡ് കപ്പിലും ഇതാവുമോടെ ഗതി. ബ്രസീൽ കുറെ എടുത്തിട്ടുള്ള വേൾഡ് കപ്പ്. അർജന്റീനയോട് നമ്മൾ ചോദിക്കാണ്, നിങ്ങൾ എത്ര വേൾഡ് കപ്പ് എടുത്ത? ഒരു ഉത്തരമില്ല. ഒരാളെ പേര് മാത്രം, മെസ്സി മാത്രം. കപ്പടിക്കും, നെയ്മർ കപ്പ് പൊന്തിക്കും. എന്തായാലും റഷ്യയിൽ കാൽപന്തിന്റെ ഊറ്റം തുടരുമ്പോൾ ഇവിടെ കണ്ടത്തിൽ കളിയാരവം തകർക്കുകയാണ്. മലപ്പുറത്തു നിന്നും ക്യാമറാമാൻ അഖിലോട്ട് പറക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. കൊല്ലം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരസ്യ അവകാശവാദവുമായി CPI. മുൻ ധാരണ പ്രകാരം മേയർ സ്ഥാനം CPIക്ക് കൈമാറണമെന്നാണ് ആവശ്യം. മേയർ മാറേണ്ട ആവശ്യമില്ല എന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് CPI കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിനായി ആവശ്യമുയർത്തുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഭരണം LDFനാണ്. 2.5 വർഷം പൂർത്തിയായതോടെ മുൻ ധാരണ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2ാം ടേമിൽ CPM ഏറ്റെടുത്തു. ഇതിനു പിന്നാലെയാണ് കൊല്ലം കോർപ്പറേഷനിലെ അധ്യക്ഷ പദവി CPI ആവശ്യപ്പെടുന്നത്. മേയർ സ്ഥാനം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ നേരത്തെ CPMുമായി ധാരണയായിട്ടുണ്ട്. എന്നാൽ മേയർ സ്ഥാനം എന്ന് വിട്ടു നൽകുമെന്ന കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ച വേണമെന്നാണ് CPIയുടെ ആവശ്യം. മേയർ സ്ഥാനം ഷെയർ ചെയ്യണമെന്ന് ധാരണയായി. LDF യോഗത്തിലല്ല, സാധാരണ ഇത് ഉഭയകക്ഷി ചർച്ചയിൽ കൂടെയാണ് തീരുമാനം. LDFൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. മിക്കവാറും ഉടനെ നടക്കാനുള്ള സാധ്യതയുണ്ട്. മേയർ സ്ഥാനം CPIക്ക് വിട്ടു നൽകേണ്ട ആവശ്യമില്ലെന്നാണ് CPM ജില്ലാ സെക്രട്ടറി S. സുദേവന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് മേയർ സ്ഥാനത്തിനായി CPI പരസ്യമായി നിലപാടെടുക്കുന്നത്. CPM മുൻ ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലുമായി CPI കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഭരണത്തിന്റെ അവസാന 1 വർഷം CPIക്ക് മേയർ സ്ഥാനം ലഭിച്ചു. അത് ഇത്തവണയും വേണം. കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച വേണമെന്നും CPI ആവശ്യപ്പെടുന്നു. ന്യൂസ് 18
കൊല്ലം. പ്രവാസികൾക്ക് അതാത് രാജ്യത്ത് നിന്ന് തന്നെ KSFE ചിട്ടിയിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കുന്ന പ്രവാസി ചിട്ടിക്ക് തുടക്കമായി. ഓൺലൈൻ ചിട്ടിയുടെ സോഫ്റ്റ്വെയർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. UAE-യിലെ സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ആദ്യ രജിസ്ട്രേഷൻ നിർവഹിച്ചു. പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് പ്രവാസി ചിട്ടിയുടെ പ്രവർത്തനം. എവിടെയിരുന്ന് വേണമെങ്കിലും രജിസ്ട്രേഷൻ മുതൽ ചിട്ടി പിടിക്കുന്നതുവരെ ചെയ്യാം. പ്രവാസികളുടെ സാമ്പത്തിക ഉന്നമനത്തിനൊപ്പം കിഫ്ബിയിലേക്കുള്ള സാമ്പത്തിക സ്രോതസ് കൂടിയായി ചിട്ടി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. വിദേശത്തുള്ള ആളുകളെ കൂടി ഈ KSFEയുടെ ഭാഗമാക്കിക്കൂടാ. അങ്ങനെ വന്നാൽ വലിയ തോതിലുള്ളൊരു സാമ്പത്തിക സ്രോതസ്സായി അത് മാറുക തന്നെ ചെയ്യും. പ്രവാസി ചിട്ടിയുടെ ഓൺലൈൻ പ്രവർത്തനം വിശദീകരിച്ച് KSFE വീഡിയോയും പുറത്തിറക്കി. സംസ്ഥാനത്തെ ചിട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസി ചിട്ടിക്ക് LIC ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ചിട്ടിയിൽ ചേർന്നയാൾ മരണപ്പെട്ടാൽ ബാക്കി തവണകൾ LIC അടച്ചു തീർക്കുകയും ആനുകൂല്യം ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്യും. ചിട്ടിയിൽ അംഗമായ ആൾ വിദേശത്ത് മരണപ്പെട്ടാൽ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവും KSFE വഹിക്കും. ആദ്യഘട്ടത്തിൽ UAE-യിലാണ് പ്രവാസി ചിട്ടി ആരംഭിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കടപ്പാറയിലെ ആദിവാസി കുടുംബങ്ങൾ ഭൂമി ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. വനസംരക്ഷണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര അനുമതിക്കായി അപേക്ഷ നൽകാൻ വൈകുന്നതാണ് സ്ഥലം നൽകുന്ന പദ്ധതി നീളാൻ കാരണം. കടപ്പാറ ആദിവാസി കോളനിയിലെ 22 കുടുംബങ്ങൾക്ക് 60 സെന്റ് വീതം നൽകാൻ 14.6 ഏക്കർ വനഭൂമിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വനാവകാശ നിയമപ്രകാരം ഈ ഭൂമി വിതരണം ചെയ്യുന്നതിനെ വനം വകുപ്പ് ആദ്യഘട്ടത്തിൽ അനുകൂലിച്ചിരുന്നു. ഇതോടെ ഭൂമി അളന്നുതിരിക്കാൻ സർവേക്കല്ല് ഉൾപ്പെടെ സ്ഥലത്ത് കൊണ്ടിട്ടു. എന്നാൽ ആദിവാസികൾ പരമ്പരാഗതമായി ഇവിടെ താമസിക്കുന്നവരല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭൂവിതരണത്തെ വനം വകുപ്പ് എതിർത്തു. ഭൂവിതരണം വൈകുന്നതിൽ കോളനിക്കാരും പ്രതിഷേധം ശക്തമാക്കി. ഇതോടെ വനം വകുപ്പിന് പകരം ഭൂമി നൽകി അതേ സ്ഥലം തന്നെ ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചു. ഇതിനായി അട്ടപ്പാടിയിൽ വനം വകുപ്പിന് കൈമാറാൻ 29 ഏക്കർ കണ്ടെത്തുകയും ചെയ്തു. ഇനി പകരം നൽകുന്ന സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്രാനുമതിക്കായി അപേക്ഷ നൽകണം. ഈ നടപടിയാണ് വൈകുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഭൂവിതരണം വേഗത്തിലാക്കണം എന്നാണ് കോളനിക്കാരുടെ ആവശ്യം. ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അളന്ന് തിരിച്ചു തന്ന് അവരവരുടെ പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കുന്നത് ഏറ്റുന്നത്. അതാ ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പേപ്പറുകളെല്ലാം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അവർ. പക്ഷെ ഇതുവരെ നമ്മുടെ അടുത്ത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഒരു കാര്യം പറയാൻ പറ്റില്ല. നീണ്ടുപോവുകയാണ്. ഇത്രയായില്ലേ? 848 ദിവസമായി. നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും കോളനി നിവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പാലക്കാട്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായി കേരള പോലീസ് ടീമും മത്സരത്തിന്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിലാണ് 120 അംഗ ടീം മത്സരിക്കുക. 14 ജില്ലകളിൽ നിന്നുള്ള സേനാ അംഗങ്ങളും ടീമിലുണ്ടാവും. കയ്യിൽ ലാത്തിയില്ല, പകരം തുഴകളാണ്. ഇനിയുള്ള ദിനങ്ങൾ ഓളപ്പരപ്പിനെ പിന്നിലാക്കി ചരിത്രത്തിലേക്ക് തുഴഞ്ഞു കയറാനുള്ള വാശിയിലാണ് ഓരോ പോലീസുകാരനും. അമരത്തടക്കം 120 കരുത്തന്മാരായ സേനാംഗങ്ങൾ. ജയമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. കേരള പോലീസ് ആദ്യമായിട്ടാണ് ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ പങ്കെടുക്കുന്നത്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട DGPയുടെ ഒരു സദസ്യം കൂടെയാണ്. ബാക്കി എല്ലാ ഫീൽഡിലും ഉണ്ട്, കേരള പോലീസുണ്ട്. ഫുട്ബോളിലും വോളിബോളിലും എല്ലാ റേസിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ വള്ളംകളിയിൽ മാത്രമില്ല. അപ്പോൾ വള്ളംകളിയിൽ കൂടെ കേരള പോലീസിന്റെ ഒരു ടീം പങ്കെടുക്കുകയും ജയിക്കുകയും 1ാം ട്രോഫി നേടുകയും എന്നുള്ള ലക്ഷ്യം. 14 ജില്ലകളിൽ നിന്നെത്തിയവരിൽ പലരും കായലിൽ തുഴയെറിയുന്നത് ഇതാദ്യം. എന്നാൽ പരിശീലനവും ഉൾക്കരുത്തും കൊണ്ട് അവർ മികവ് നേടുകയാണ്. ജലമാണ് ജീവൻ, ജീവന്റെ ജീവൻ, ജലമെന്റെ അമ്മയാണ്, ജലമാണ് പ്രാണന്റെ പ്രാണനാം വായുവെ, പ്രകൃതിക്ക് നൽകുന്ന ജീവധാര. വേമ്പനാട്ട് കായലിൽ തുഴയെറിഞ്ഞുകൊണ്ട് കേരള പോലീസ് ഒരു പുതിയ ചരിത്രത്തിന് തുടക്കമിടുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.